അല്ല, ഒന്ന് രണ്ട് ദിവസം ആയല്ലോ അങ്ങനെ പറയണേ. ഞാൻ തെളിവ് പുറത്തു വിടും, ഞാൻ വിടണ്ട 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 എന്ന് കരുതി നിൽക്കുകയാണ്. ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തു വിടും എന്നിങ്ങനെ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ്? രാഹുലിനെ കുറിച്ചോ, രാഹുൽ ഈശ്വറിനെ കുറിച്ചോ, കോൺഗ്രസിലെ മറ്റു നേതാക്കന്മാരെ കുറിച്ചോ, അതോ വേറെ ചാനലുകാരെ കുറിച്ചോ, ആരെക്കുറിച്ചാണ് ഈ പുറത്ത് വിടുമെന്ന് പറയുന്നത്? ഞാൻ കുറേ ആയി സഹിക്കുന്നു, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, എന്നെ ബ്ലോക്ക് ചെയ്തൊക്കെയാണ്. എന്നെ ബ്ലോക്ക് ചെയ്യ ആരാ? എത്തപ്പം എൻ്റെ റോൾ എന്താ? സിനിമാ നടിയാണോ? സിനിമാ നടിയാണെങ്കിൽ വേറെ 100 കണക്കിന് നടിമാരുണ്ട്. ഓരാരും വന്ന് കാട്ടി നേരം പോലത്തെ അങ്ങാടി കിളികൾ നടക്കണ മാതിരി ഈ ചാനലുകാരെ മുന്നിൽ തേറ്റി കാട്ടിങ്ങനെ നടക്കണില്ല. അപ്പോൾ സിനിമാ നടിയല്ല, പിന്നെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടോ? അതുമില്ല. ഇന്നലെ CPM-ൻ്റെ വേദിയിലൊക്കെ അത് കയറി പ്രസംഗിച്ചൊക്കെ ചെയ്തിന്. അവസാനം പിന്നെ ആ കുഴിക്ക ചാടുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണമാണ്. അത് പോട്ടെ, സത്യത്തിൽ നിങ്ങൾ ആരാ? എന്താ ഇപ്പം എൻ്റെ പരിപാടി? ഇപ്പം എന്താ രാഷ്ട്രീയമാണോ, അതോ സാമൂഹിക സേവനാണോ, അതോ വേറെ സാംസ്കാരിക നായകനോട് വിഭാഗം ഉണ്ടല്ലോ അതിൽ പെട്ടതാ? പെട്ടതാ അത്? ഏതെങ്കിലും ഒന്ന് പറയും ഞാൻ ഇനി വിവാദത്തിൽ പെട്ടാണെന്ന്. ഇത് നേരെ കെട്ട് വെട്ട് കഴിഞ്ഞാൽ ഈ തേറ്റേ കാണണേ, വേറൊന്നും കാണേണ്ട ആൾക്കാർക്ക് ഇത് മാത്രം. എനിക്ക് ചെറിയ പ്രശ്നമേ ഉള്ളൂ, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാനാണെങ്കിൽ ആ മരക്കൊള്ളക്കാരൻ ചാനലിലെ ഒരു അവതാരിക പീഡിക്കപ്പെട്ടിട്ടുണ്ട്, അതിനെതിരെ ഒന്ന് ശബ്ദിക്ക്. ഇന്നലെ ഒരു CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഒരു കുട്ടിനെ പീഡിപ്പിച്ചിട്ടുണ്ട്, അതിനെതിരേക്കൊന്ന് ശബ്ദിക്ക്. അങ്ങനെ എല്ലാ പീഡനങ്ങൾക്കെതിരെ ശബ്ദിക്ക്. സിനിമാ നടിമാർ ഒരുപാട് പരാതിയിട്ട് വന്നാണ്, അതിനെതിരെയൊക്കെ ശബ്ദിക്ക്. ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും മൂട്ടിൽ വെച്ച് കൊടുക്കുകയാണ്, പുറത്ത് വിട്ടിട്ടില്ല, അതിലാകെ പേരിലും നടപടി എടുത്തിട്ടില്ല. അതിനെതിരെയൊക്കെ ഒന്ന് ശബ്ദിക്ക്. ഞാൻ പുറത്തു വിടും, ഞാൻ തെളിവ് പുറത്തു വിടും. ആരെയും നെട്ടിക്കണത്? ഏതായാലും അനക്കുള്ള മറുപടി നമ്മളെ റഫീഖ് വെളിയമ്പ്രം ചെയ്തിട്ടുണ്ട്. നമുക്ക് അയക്കൊന്ന് പോവാം. അവളൊരു ബെയ്റ്റ് കണ്ട് അവൾക്ക് ഇനി എന്തൊക്കെയോ വെളിപ്പെടുത്താറുണ്ട്. എന്നാൽ അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ കേരളം ഞെട്ടുന്നായി ഇവള് പറഞ്ഞു. കേരളം ഞൊട്ടും. ഒന്ന് പോടി. ഇതിനേക്കാളും വലിയ സുനാമി വന്നിട്ട് കേരളത്തിൽ ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല, ആരും ഞെട്ടിയിട്ടില്ല. പിന്നെ നിന്റെ ഈ ഊളത്തരം കേട്ടിട്ട് അത് കുറച്ച് പാവാട താങ്ങികളുണ്ടാവും. നീ പറയുമ്പോൾ ഇക്കിളിപ്പെട്ടിട്ട് നിന്റെ വേക്കിൽ ആ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. വേറെ ആര് വിവരവും വിദ്യാഭ്യാസമുള്ളവരെ നിന്റെയൊക്കെ ഈ ഊച്ചാളിത്തരം കേട്ടിട്ട് അതൊക്കെ അങ്ങ് വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? അതാണ് കൂടെ താങ്ങാൻ വേണ്ടിയിട്ട് ഒരു വൃത്തികെട്ട ഒരു പാർട്ടിയും കുറച്ച് മയക്ക് പിടിച്ച കുറച്ച് മാപ്രകളുണ്ടെന്ന് വെച്ചിട്ട് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാരുടെ പേരിൽ എന്തും വിളിച്ച് പറയാം എന്നുള്ള ഇതിൻ്റെ ഒരു ധാരണ ഉണ്ടല്ലോ, അതൊക്കെ നാലാക്കി മടക്കി അങ്ങ് പോക്കറ്റിലങ്ങ് കേട്ടാ. ഇനി എന്ത് വെളിപ്പെടുത്താനല്ല, ഇനി അപ്പുറത്തേക്ക് ഒരു പറയാൻ പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റത്തലത്തിലെത്തിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞില്ലേ? അതിൻ്റെ അപ്പുറം എന്നാ പറയണ്ടേ? കൊച്ചിനെ പോലും ഉണ്ടാക്കി എന്ന് കള്ളക്കഥകൾ ഉണ്ടാക്കിയില്ല. അതിൻ്റെ അപ്പുറം ഇനിയൊന്നും പറയാനും ചെയ്യാനും ഇല്ലല്ലോ. പിന്നെ എന്നാ ഞൊട്ടണ്ടേ എനിക്ക് കേരളം? നീ എനിക്കൊന്നും വേറെ പാടിയില്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കടി പോയിട്ട് നാണം കെട്ട്. എന്നിട്ട് അവിടെ കയറി അങ്ങ് പറഞ്ഞു ഞാനങ്ങ് പറഞ്ഞാൽ പലതും അങ്ങ് ഞെട്ടിപ്പോ. ഇപ്പം ഞെട്ടാൻ നിൽക്കുകയല്ലേ കേരളം മുഴുവൻ. ഒന്ന് ഇതുപോലെ തന്നെ പണ്ട് ഏതോ ഒരു സ്ത്രീ ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ പറഞ്ഞു വന്നിട്ട് ഇപ്പം ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്തായി? ആ സ്ത്രീയൊക്കെ എവിടെയാണ് ഉള്ളത് ഇപ്പോഴൊക്കെ? അതിൻ്റെ അവസ്ഥ എന്താ? അത് പറ ആദ്യം. ഇവളങ്ങ് ഞൊട്ടുമ്പോൾ നീ കുറെ ഞൊട്ടിക്കാൻ കളിച്ചല്ലോ. കുറെ ഫ്ലൈറ്റ് പറപ്പിച്ച് ഹെലികോപ്റ്ററിൽ പോയി ഗുളിക അങ്ങോട്ട് കൊണ്ടുവന്ന് ഗുളിക ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡോക്ടർ അവിടെ ആക്കി, പിന്നെ മറ്റത് ഇങ്ങോട്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പെടുത്തിയില്ലല്ലോ, കുറെ പറഞ്ഞ് ചർച്ച ചെയ്തില്ലല്ലോ. എന്നിട്ട് എന്തായി അത് പറ. ക്രൈംബ്രാഞ്ച് പരാതിയുടെ അതുപോലും കൊടുക്കാല്ല. എന്നിട്ട് എന്തോ ഒരു 4, 3, 7 ചാറ്റ് കൊടുത്തിട്ടൊക്കെ ക്രൈംബ്രാഞ്ച് പറയും എടുത്ത് പോയാട്ടെന്ന്. അതിനകത്തൊന്നുമില്ല. പിന്നെ 2 പേര് ഏതെങ്കിലും ഘട്ടത്തിൽ സുഖിച്ച് ഉല്ലസിച്ച് ആടിപ്പാടി അങ്ങ് നടന്ന് പിന്നീട് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചേ, എന്നെ അങ്ങനെയാക്കിയേ, എന്നെ ഇങ്ങനെയാക്കിയത് മോങ്ങിക്കരിയാ. നിനക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും. ഏതെങ്കിലും സർവേരി കുറ്റിന്റെ ഇടയിൽ വന്നിട്ട് പട്ടി മൂത്രയിച്ചിട്ട് പോകുന്നത് പോലെ ആണുങ്ങൾ ഇവിടുത്തെ പുരുഷന്മാർ മുഴുവൻ നിന്റെയൊക്കെ ഇതും താങ്ങിയ അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയണ്ട ഒരു വിഭാഗമാണ് നീയൊക്കെ ധരിച്ചത്. അതെയാ, കാലം മാറി, പുരോഗമനത്തിലേക്ക് എത്തി. മനസ്സിലായി? പ്രാകൃത സമൂഹത്തിൽ നിന്നൊക്കെ മനുഷ്യന്മാർ മാറി ചിന്തിക്കൽ തുടങ്ങി. ഇങ്ങോട്ട് എങ്ങനെ കിട്ടുന്നുണ്ടോ അതിന്റെ പാതിന്മാർക്ക് അങ്ങോട്ടും തരൂ. മനസ്സിലായ? എപ്പോൾ ഇരവാദം മുഴക്കിയിട്ടിങ്ങ് വരൂ. ഇവിടെ സാകാല തമ്മാടത്തിലും കളിക്കുകയും ചെയ്യും. അതിന് കുറേ എണ്ണം താങ്ങാനുണ്ടാവും. പിന്നെന്താന്ന് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇങ്ങനെ നീ ഒരു അലിഗേഷൻ വന്നപ്പോഴ് എന്താ പറയാ, നട്ടലില്ലാത്ത കുറച്ച് എന്താ പറയാ പാവാട താങ്ങികളുണ്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്തു. ആ വിഡ്ഢികൾ അതും കേട്ടിട്ട് അങ്ങനെ കുറച്ച് നടപടി എടുത്തിയ വിഡ്ഢി കൂശ്മാണ്ടന്മാർ. അതൊക്കെ പുരുഷന്മാർക്ക് തന്നെ അപമാന അത്രക്കാർ. മനസ്സിലായ? അല്ലെങ്കിൽ തട്ടയുടെ നട്ടലുള്ളതാണ് ഈ പാർട്ടിക്കകത്ത് ഞങ്ങളെ ഈ ചില നേതാക്കന്മാരാണെങ്കിലേ നീയൊക്കെ പറഞ്ഞ് ആ വഴിക്ക് പോകേണ്ടി വരും. മനസ്സിലായ? അപ്പൊ ഇവള് വിചാരിച്ച അതൊന്നും അങ്ങനെ ഇത് എടുത്തതുകൊണ്ട് ഞാനെന്തോ സംഭവമാണ്. അപ്പൊ ഈ പുള്ളിക്കാരത്തി ഇപ്പം എന്തായി കുറച്ച് ഫേമസ് ആയി.
ഇതിനൊക്കെ ആർക്കെങ്കിലും അറിയായിരുന്നു മുമ്പേ? എന്നിട്ട് പേരും യുവനടി യുവനടി. എന്ത് യുവനടി? ഞാൻ ഈ രാഹുൽ മകളുടെ പേര് വിഷയം ഈ കുറച്ച് കുട്ടിയുടെ ഫേമസ് ആക്കി അത്ര തന്നെ. എന്നിട്ടിപ്പോൾ കഴിഞ്ഞ ആഴ്ച മറ്റേ എന്താ പറയുക CPM പൊതുയോഗത്തിൽ നിന്നിട്ട് വലിയ അങ്ങ് എന്താ പറയുക വേദാന്തമൊക്കെ പറയുന്നത് കേട്ടു. ഓ ഭയങ്കരല്ലേ. ഇതിന്റെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ പോലീസ് നിൽക്കുന്നത്. ഞാൻ അവനെ അങ്ങ് നന്നാക്കാൻ വേണ്ടി അങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ ശുദ്ധീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. ആ പ്രസ്ഥാനത്തിൽ അത്രയും സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഓ നീ ഇപ്പൊ സ്നേഹിച്ചില്ലെങ്കിൽ പ്രസ്ഥാനം അങ്ങ് ഒളിച്ചു പോകുമല്ലോ. ഒന്ന് പോടിനി ആ അന്തം കമ്മികളെ അതും വാങ്ങിച്ച് വന്ന് എന്നിട്ട് കുറച്ച് ഞങ്ങളെ പാർട്ടിക്കകത്തുള്ള പിന്നിൽ നിന്ന് കുത്തുന്നതിന്റെ കുറച്ച് പിന്തുണയും കിട്ടിയിട്ട് നീ അങ്ങ് പറഞ്ഞപ്പോൾ നീ എന്താ വിചാരിച്ചത്? അങ്ങ് കോൺഗ്രസ് പ്രസ്ഥാനം അങ്ങ് ഒളിച്ചു പോകില്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ മറ്റേ വളർന്നു യുവ നേതാക്കന്മാർ അങ്ങ് ഇല്ലാണ്ടായി പോകുന്ന അതെയാ അങ്ങനെയാ വിചാരിച്ച്? നീ ഇന്നെ പോലത്തെ 10,000 എണ്ണം ഈ പാർട്ടിയെ കൊത്തിവലിക്കാൻ നോക്കിയിട്ടുണ്ട് ഓരോരു ഘട്ടത്തിലും. മനസ്സിലായ? അതുകൊണ്ട് രാഹുലും ആ കൂട്ടത്തിൽ ജനങ്ങളൊപ്പം നിന്ന് രാഷ്ട്രീയത്തിനപ്പുറത്ത് എത്രയോ CPM പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ പോസ്റ്റുകളും ഉണ്ട്. രാഹുൽ മാക്കൂട്ടത്തിന് പിന്തുണ രാഷ്ട്രീയത്തിൽ ആ സമയത്ത് രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റിവെച്ച് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇല്ലേ ജോള് മറ്റേ എന്നെ പ്രവോക്ക് ചെയ്യരുത്. ഞാനങ്ങ് പലതും പറഞ്ഞങ്ങ് ഞെട്ടിക്കളിയെങ്കിൽ ഓ ഞെട്ടാ നിൽക്കലിട എന്നെ പ്രവോക്ക് ചെയ്യരുത്. എനിക്ക് നമ്മാരത്തരം പറഞ്ഞു കിടക്കാം അല്ലേ? നീ അപ്പൊ തിരിച്ചങ്ങോട്ട് കിട്ടുമ്പോൾ നിന്റെ പ്രവോക്കായി പോയി അല്ലേ? അല്ല ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു. നീയൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ചില പാവാടത്താങ്ങികളുണ്ട്. പാവാടത്താങ്ങികൾ മനസ്സിലായ? ഇതൊന്നും ആരും കൊള്ളി ചുറ്റി വെച്ചാൽ മതി. എന്നിട്ട് വലിയ പകൽമാനിനായിട്ട് അങ്ങ് ഇതാക്കും, ചമഞ്ഞങ്ങ് നടക്കും. എന്ന ഒരു വിഷയം വരുമ്പോൾ അതിനകത്ത് സത്യങ്ങളുണ്ടോ അസത്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചിട്ടല്ല ഒരു നടപടി എടുക്കുക. ഉടനെ ചാടിക്കയറിയിട്ട് ഇക്കളിപ്പെടുത്തും. അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് സ്പോൺസർഡാണ്, CPM സ്പോൺസർഡ് ആയിരിക്കും, അല്ല മറ്റേതെങ്കിലും വിഷയത്തിനകത്ത് കൊണ്ടുവന്നതായിരിക്കും. അതല്ല അപ്പം ബോധ്യം ഞങ്ങൾ ശരി കൂടിയാലോചിച്ച് ഇതെന്താ ഐക്യരാഷ്ട്രസഭയിൽ ഇങ്ങനെ രാജ്യത്തിന്റെ പുരോഗമന ആയിട്ട് അങ്ങ് എന്തോ കൂടിയാലോചിച്ചതാ? ഇവിടെ ഇതിന് മുമ്പും ഇങ്ങനെ കുറെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇത്തരം സ്ത്രീകളെ ഇറക്കിയിട്ട്. അത് മനസ്സിലാക്കാൻ വലിയ അങ്ങ് ഇതൊന്നും വേണ്ട. അത് ലേശം ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി. പക്ഷെ അതിനൊരു കാര്യം ഉണ്ടല്ലോ, ഇതിനെ പിന്നിൽ നീ പ്രോത്സാഹനം കൊടുത്തതും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ആയിരിക്കുമല്ലോ. എന്നിട്ട് ഇപ്പോഴും വന്നിട്ടുള്ള പാർട്ടിയെ പറ്റില്ല ഞാനങ്ങ് സ്നേഹമുള്ളത്. അതിൽ ചില ആൾക്കാർ സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാനൊന്നും അത് ഞങ്ങൾക്ക് അറിയാം. അത് ഞങ്ങൾ പല ചിത്രങ്ങളും കണ്ടപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബോധമുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താ ഇതിനകത്ത് നടക്കേണ്ട സംഭവം എന്നൊക്കെ. മനസ്സിലായ? അപ്പൊ അത് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ബോധമുള്ള അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്താ ഇതിനകത്ത് നടന്നതൊക്കെ. അവിടെ നീ വലിയ അങ്ങ് സിമ്പതി ഉണ്ടാക്കണം. എങ്ങനെ അതിനകത്ത് ചില സ്നേഹമുള്ള അതും നീ പറഞ്ഞോ? നീ പറ, എന്നാ പറയാണ്ട് പറ. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ പറ. നീ ഒരു പെണ്ണാണെങ്കിൽ പറയും കേട്ടാ. ഈ വെല്ലുവിളി വേണ്ട പാർട്ടിയോട്. ഓക്കെ, ഇതിനകത്ത് ലക്ഷക്കണക്കിന് നേതാക്കന്മാർ വന്നു പോയിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന്. മനസ്സിലായ? ചില ആൾക്കാർക്ക് അതിൽ വിചാരമുള്ളത് മിന്നാമിനിങ്ങനെ വിചാരം എന്റെ വെളിച്ചം കണ്ടിട്ടാണ് 40,000 നടക്കുന്ന ചിന്താഗതിയുള്ള ചില ഷണ്ടന്മാരുണ്ട്. അതങ്ങനെ വിചാരിച്ചോട്ടെ, അതിൽ നമ്മൾ തർക്കം പറയുന്നില്ല. അതൊക്കെ കാലം അതിൻ്റെതായ കൃത്യമായിട്ടുള്ള ഇത് കൊടുക്കും. അതങ്ങനെ ചരിത്രങ്ങളും ഉണ്ട്. മനസ്സിലായ? രാഹുൽ മാർക്കട്ടത്തിൽ അങ്ങ് ചുമട്ടാൻ വേണ്ടി നോക്കി ആളും തരവ് നോക്കി കളിക്കടി പോയിട്ട്. മനസ്സിലായ? പിന്നെ അത്രയെങ്കിലും രാഹുൽ ഞാനായിട്ടാണെങ്കിൽ പറയും ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് അയക്കും, ഇങ്ങോട്ടെങ്ങനെയാണോ കൂട്ടും അതിന്റെ പലിശക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് തൂക്കട്ടെങ്കിൽ തൂക്കട്ടെ നോക്കും, കഴുത്ത് കൊണ്ട് അങ്ങ് ഓട്ടം വെച്ചേക്കും. മനസ്സിലായ? എന്നിട്ട് കള്ള പരാതി ബാഡ് മെസ്സേജ് കടന്നിട്ട് അങ്ങ് സ്വിച്ച് മെസ്സേജ് വായിച്ചിട്ട് അവസാനം എന്നിട്ട് ഇപ്പം വന്നിട്ട് പറയാം പ്രവോക്ക് ചെയ്യണം. പ്രവോക്ക് ചെയ്യണം ഞാൻ പറയുന്നില്ല, പറഞ്ഞ ഓവറായി പോവും. നിനക്കെന്തും പറയാല അല്ലേ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അല്ല വല്ല വാർത്താങ്ങളുണ്ടെങ്കിൽ ആ വഴിക്ക് അങ്ങ് ഓടും കേട്ടാ. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ കമന്റ് ഇടാൻ നിൽക്കണ്ടേ. പിന്നെ മാന്യമായി ജീവിക്കുന്നത് മാന്യമായിട്ട് തന്നെ വരും. പിന്നെ ഇവർക്കിട്ടകൾക്കുണ്ട് കുറച്ചെണ്ണത്തിനുണ്ട് എന്തും പറയാ, പുരുഷന്മാരുടെ പേരിൽ വിളിച്ചങ്ങ് പറയാ. അപ്പൊ എല്ലാം നമുക്ക് നിയമവും കാര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുമ്പോൾ ഇരുവാദം മുഴക്കിയാൽ മതി എന്നുള്ള ധാരണ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി അങ്ങ് വെച്ചേ കേട്ടാ. ഓക്കെ, അത്ര ഞാനിപ്പം പറയുന്നുള്ളൂ. അപ്പോൾ കേട്ടില്ല സുഹൃത്തുക്കളെ, ഇവള് 2 ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ വെളിച്ചത്ത് വിടും, ഞാൻ വെളിവാക്കും, ഞാൻ ഇനിയും കുറേ തെളിവുകൾ പുറത്ത് വിടാണ്ട് അത് വിടും നമ്മൾ 1-2 ദിവസമായിട്ട് പറയുന്നത്. ആരെ വിളി ഭീഷണിപ്പെടുത്തുന്നത്? ആർക്കെതിരെയാണ് ഈ വെളിച്ചത്ത് വിടും എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നത്? ഇതിനെതിരെ ഇനി ശക്തമായി ശബ്ദിക്കേണ്ടത് VD സതീശനാണ്. ഇനിയും VD സതീശൻ മൗനം വിടണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ്. ആ നേതാവിനെയാണ് സംരക്ഷിക്കേണ്ടത്, അല്ലാതെ ഈ വെടിയെ അല്ല ഈ നടിയെ അല്ല സംരക്ഷിക്കേണ്ടത്. ഇത് VD സതീശൻ തിരിച്ചറിയണം.
വി.ഡി. സതീശൻ മൗനം പിടിയണം. ഇനിയെങ്കിലും ഇതിന് മറുപടി കൊടുക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.